മറ്റൊരു വലിയ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന മറ്റൊരു കേസാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. കരുവന്നൂർ ബാങ്കിൽ ബെനാമി വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ സിപിഎമ്മിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായി. സിപിഎമ്മിന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ അടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കൂടി കണ്ടുകെട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കോടികൾ എന്ന് പറയുമ്പോൾ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ED ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിൽ ഇക്കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനം? പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ വിലയിരുത്തലുകളും എങ്ങനെ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നതൊക്കെയുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ മറുവശത്ത് ഇത്തരത്തിലുള്ള അന്വേഷണം, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത് CP? അശ്വതി, കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് CPM തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ അതിനെല്ലാം ആവുവിധം വിശദീകരിച്ചുകൊണ്ടും ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടുമെല്ലാം മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ EDയുടെ നടപടി വന്നതോടെ ഈ പ്രതിരോധങ്ങൾ തീർത്തും ദുർബലമാകുന്നു എന്നതാണ്. കാരണം കൃത്യമായ ഒരു വിഷയത്തിലേക്ക് CPM അതിലേക്ക് മറുപടി പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയ കോടികളിൽ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകളാണ് CPMൻ്റേതായിട്ടുള്ളത്. അത് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളുണ്ട്, അവരുടെ സ്ഥിര നിക്ഷേപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ ഘടകങ്ങൾ, ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകൾ അടക്കമാണ് 73 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഒപ്പം പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അവിടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിച്ച വകയിൽ 5 സെൻറ്റ് ഭൂമി വാങ്ങിച്ചു. ഇതുമെല്ലാം തന്നെയും ഈ നടപടികൾ നേരിടുന്നവരുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായൊരു മെസ്സേജാണ് ഉള്ളത്. കാരണം ഇതിൽ ഇനിയുള്ള ചോദ്യം ചെയ്യലുകളും നടപടികളും എല്ലാം തന്നെ CPMന് വളരെ നിർണായകമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയരായവർ നിസ്സാരക്കാരല്ല. കാരണം അവരെല്ലാവരും തന്നെ വീണ്ടും വിളിപ്പിക്കാൻ സാധ്യത വളരെ സജീവമാണ്. അത് AC മൊയ്തീൻ, MM വർഗീസ്, അതോടൊപ്പം തന്നെ PK ബിജു, MK കണ്ണൻ തുടങ്ങിയവരെല്ലാവരും തന്നെയും ഇപ്പോൾ ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലുകളും നടപടികളുമെല്ലാം അവരുടെ എല്ലാം തന്നെ അതിനിർണായകം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നേതാക്കന്മാരുടെ നീണ്ട നിര തന്നെ ഇതിലേക്ക് വരുന്നു. ഇവരുടെ ഇടപാടുകളെല്ലാം തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെയും ഇക്കാര്യത്തിൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് CPMൻ്റെ പ്രതിരോധത്തെ തീർത്തും ദുർബലമാക്കും എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ED നടപടികളിലേക്ക് കടന്നതോടെ ഈ പ്രതിപട്ടികയിലേക്ക് CPM കൂടി എത്തപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. തുടക്കം മുതൽ തന്നെ കരുവന്നൂർ ബാങ്കിനെ ചുറ്റിപ്പറ്റി CPMനെതിരെ തന്നെയായിരുന്നു മുഴുവൻ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിന്നിരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ പലതവണ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ MLAയും മുൻ മന്ത്രിയുമായിരുന്ന AC മൊയ്തീനെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയും ചെയ്യുന്നു. PK ബിജു മുൻ MP കൂടിയാണ്, അദ്ദേഹത്തെയും വിളിപ്പിക്കുന്നു. അങ്ങനെ ഈ വന്നു പോയവരെല്ലാം തന്നെ സമുന്നതരായ നേതാക്കളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഇടപാടുകൾ എന്തായിരുന്നു എന്നത് നേരത്തെ തന്നെ മൊഴികൾ പല രീതിയിലുണ്ടായിരുന്നു. ഇതിൽ നേതാക്കന്മാരെ കുറിച്ചെല്ലാം തന്നെ പല പരാമർശങ്ങളും അതിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ട് നിലപാടെടുത്തുകൊണ്ടാണ് CPM മുന്നോട്ട് പോയിരുന്നത്. ഇനി അങ്ങനെ ആ രീതിയിലേക്ക് പോകാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിലുള്ള EDയുടെ നടപടികൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളും കാര്യങ്ങളുമെല്ലാം CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയായിരിക്കും. അശ്വതി. ശരി ഡാനി, മറ്റൊന്ന് ഇന്ന് BJPയുടെ